മെറീന എങ്ങനെയാണ് സ്പോട്ടിൽ റിയാക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ? എന്തായാലും, കാരണം എനിക്ക് ഭയങ്കര ബാഡ് ഫീലിംഗ് ആയല്ലോ. അപ്പൊ അയാൾക്ക് അതിലേറെ ബാഡ് ഫീലിംഗ് ആയിട്ട് അയാൾ അവിടെ നിന്ന് പോയാൽ മതി എന്ന് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. അത്രേ ഉള്ളൂ. കാരണം ബിക്കോസ് ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മൾ അറിയാതെ ഒരാൾ നമ്മൾ തട്ടിയിട്ട് പോകുമ്പോൾ പോലും നമുക്കൊരു ടാറ്റു ചെയ്ത ഫീലാ. നമുക്കൊരു ടാറ്റു ചെയ്ത പോലെയാണ് നമ്മുടെ ബോഡിയിൽ ആ സാധനം. ഇങ്ങനെ ഫോർ എക്സാമ്പിൾ ബസ്സിൽ കയറി നമ്മൾ എന്തെങ്കിലും ഒരു ബാഡ് ടച്ച് ചെയ്താൽ പോലും നമുക്കത് ഭയങ്കര ഒരു ബാഡ് ഫീലിംഗ് അല്ലേ. അപ്പൊ നമ്മൾ അപ്പം റിയാക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഉള്ളിലൊരു സാധനം ഉണ്ടാവും, അയാൾ എന്നോട് ഇത് ചെയ്തു, ഞാൻ പ്രതികരിച്ചു, എനിക്ക് ഒരു പ്രതികരണ ശേഷിയുള്ള ഒരു ലേഡിയാണ് എന്നുള്ളൊരു സാധനം ഉണ്ടാവും. ശരിക്കും ആളുകളുടെ ഇടയിൽ ഈ റിയാക്ഷനുള്ള പവറും കാര്യങ്ങളും ആണ് നമ്മൾ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അല്ലേ? നമ്മളിപ്പം കുട്ടികളാണെങ്കിലും നമ്മളുടെ അനിയത്തിമാരാണെങ്കിലും റാദർ ദാൻ വീട്ടിൽ പോയി പറഞ്ഞ പ്രശ്നമാവും, അല്ലെങ്കിൽ അച്ഛൻ അറിഞ്ഞ പ്രശ്നമാവും, അമ്മ അറിഞ്ഞ പ്രശ്നമാവും എന്നുള്ളതിലുപരി പ്രശ്നമായാൽ കുഴപ്പമില്ല, നമുക്കത് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്ന ആളുകളാണ് നമ്മളെ കൂടെ വേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ചെറുപ്പം മുതലേ ശരിക്കും പറഞ്ഞ ആ ഒരു ബേസിക് ആയിട്ടുള്ള അവരുടെ ഒരു മെന്റാലിറ്റിയും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ക്ലാസ്സസും കൂടി കൊടുക്കണം. അതെ, ഉറപ്പായിട്ടും വേണം. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വളരെ വളരെ സാധു ആൾക്കാരാണ്. അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം എനിക്ക് വന്നാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരറിയും. പക്ഷെ ഞാൻ പറഞ്ഞാലും അവർ ഇപ്പോൾ ഈ പറഞ്ഞ ഫിസിക്കൽ ബുദ്ധിമുട്ടുകളല്ല, എന്നെ ആരെങ്കിലും വേർബലി അബ്യൂസ് ചെയ്താൽ പോലും സാറില്ല മോളെ കുഴപ്പമില്ല ക്ഷമിക്കുക എന്നുള്ള രീതിയിൽ പറയുന്ന ആളുകളായിരുന്നു. പിന്നീട് എനിക്ക് തന്നെ തോന്നി ഞാൻ റിയാക്ട് ചെയ്താലേ പരിപാടി നടക്കുള്ളൂ എന്ന്. പിന്നെ ഞാൻ ആ രീതിയിലേക്ക് എന്നെ മോൾഡ് ചെയ്തെടുത്താണ്. അപ്പം എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞേ, എല്ലാവർക്കും ചിലപ്പം, ഞാൻ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ചിലപ്പോൾ ഒരാൾ കയറി പിടിക്കുമ്പോൾ അപ്പം തന്നെ മോന്തയ്ക്ക് ഒരെണ്ണം കൊടുക്കാൻ കെൽപ്പുള്ളവരായിരിക്കണം എന്നില്ല. അത് എല്ലാം ഇറ്റ് ഡിപ്പെൻസ്. കാരണം എനിക്കിപ്പോൾ വളരെ അടുത്ത ബന്ധമുള്ള എൻ്റെ ഒരു റിലേറ്റീവ്, ഒരു ഏട്ടൻ, ഒരു കസിൻ എന്നെ കയറി പിടിക്കുന്നതും എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്നെ കയറി പിടിക്കുന്നത് രണ്ടാ. കാരണം ഈ ബന്ധുവായിട്ടുള്ള ഒരു വ്യക്തി എന്നെ കയറി പിടിക്കുമ്പോൾ ഞാൻ സ്റ്റക്കാണ് ആദ്യം ആവുക, ഇയാളെന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നുള്ള സാധനമാണ് എനിക്ക് വരിക. മറ്റേ ആളോട് എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ ഇല്ലല്ലോ. എനിക്ക് നല്ല കൊടുക്കാം, സ്പോട്ടിൽ റിയാക്ട് ചെയ്യാൻ പ്രശ്നം ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് പകച്ചു പോകും. ഇതൊരു ബാഡ് ടച്ച് ആണ് നമുക്ക് റിയലൈസ് ചെയ്യാൻ തന്നെ ഒരു ഫ്യൂ സെക്കൻഡ്സ് ഇങ്ങനെ ചെയ്യുന്നുള്ളതായിരിക്കും നമ്മളുടെ ഒരു ഫസ്റ്റ് തോട്ട്. പിന്നീട് നമ്മൾ ഉറപ്പായിട്ട് അതിൽ നിന്ന് എന്താ പറയാ, മെന്റലി നമ്മൾ സ്ട്രോങ് ആവുക എന്നുള്ളതിനുള്ള ട്രെയിനിങ് ആണ് ശരിക്കും വേണ്ടത്. ഇപ്പൊ കുട്ടികളുടെ അടുത്തൊക്കെ വീട്ടിൽ പറഞ്ഞു കൊടുക്കില്ല, അവിടെ തൊടാൻ സമ്മതിക്കരുത്, ഇവിടെ തൊടാൻ സമ്മതിക്കരുത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരിൽ ഉള്ള ആളുകൾ അവിടെ തുടരുന്നു വേണം പഠിപ്പിച്ചു കൊടുക്കാൻ. അവരുടെ അടുത്താണല്ലോ ഈ കുട്ടികൾ ഈസിലി, അവർക്കാണല്ലോ ഈസിലി ആക്സസ്. ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് അബ്യൂസ് കേസസ് ഒക്കെ വരുന്നതൊക്കെ ഫാമിലിയിൽ നിന്ന്, ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നൊക്കെ വരുന്ന എത്ര കേസസ് ഉണ്ട്. അപ്പം അങ്ങനെ വേണം നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ. ട്രെയിനിങ് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം കൂടിയാണ്. ഈ ട്രോമയും പോകില്ല. അതാണ് ഇങ്ങനെ ഒരു ട്രോമ ഉണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ പിന്നെ ട്രോമ വന്നു കഴിഞ്ഞാൽ അതിന് തെറപ്പി പോകുന്നതും മരുന്ന് എടുക്കുന്നതും ഒക്കെ വേറെയും പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് ഇതെല്ലാം ഒരു ഷെയിമിന്റെ ഭാഗമാണ്. ഒരു ഷെയിം, പ്രത്യേകിച്ച് അത് എന്താ പറയാ, മറ്റുള്ളവർ അറിയരുത്, വട്ടാന്ന് പറയും, മാനസിക പ്രശ്നമെന്ന് പറയും, കല്യാണം നടക്കില്ല. ആണുങ്ങളും ഒരുപാട് ട്രോമറ്റൈസ്ഡ് ആയിട്ട് നടക്കുന്ന ഒത്തിരി ആണുങ്ങളെ എനിക്കറിയാം കേട്ടോ. ബാഡ് ഫാമിലിയിലുള്ള ആളുകള്, സ്ത്രീകൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ എനിക്കറിയാം. ബട്ട് വൈ ആർ യു സഫറിങ് എന്ന് ചോദിച്ചാൽ അവർക്കൊരു ഉത്തരമില്ല. വൈ ആർ യു ഗോയിങ് ത്രൂ ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് കൂടുതലും പെണ്ണുങ്ങളെ ഫേവർ ചെയ്തിട്ടാണ് ലോ ഉള്ളത്. പിന്നെ ഡിവോഴ്സിന് പോയി കഴിഞ്ഞാൽ ആലിമണി കൊടുക്കണം, കുട്ടികൾ വളരെ ചെറുതാണ്, അപ്പോൾ കുട്ടികളുടെ എന്താ പറയാ സെക്യൂരിറ്റി കിട്ടില്ല, കുട്ടികൾ പോവും, കസ്റ്റഡി പോവും, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് സഹിക്കുന്ന ആണുങ്ങളെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പെണ്ണുങ്ങൾ മാത്രം അങ്ങനെ പറയാൻ പറ്റൂല. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഡിവോഴ്സ് ഒരു ക്രൈം ആണെന്ന് വിചാരിച്ച ആളുകളും ഉണ്ട്. ഞാൻ അങ്ങനത്തെ ഉള്ള ആളുകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഫാമിലി കാണുമ്പോൾ നമുക്ക് സംസാരിക്കാൻ തന്നെ പേടിയാവും. നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊരു ലീഗും നമ്മൾ പുറത്തുനിന്നുള്ള ഏതൊരാൾ പോലെയാണ് ഉണ്ടാവുക. നമ്മളൊരു തീവ്രവാദി പോലെയൊക്കെ ഫീൽ ചെയ്യും നമുക്ക്. അതായത് ആക്ച്വലി അവരെ ഹോൾ ഫാമിലി അതിൽ ഓക്കെയാണ്. ആള് പോയാലും കുഴപ്പമില്ല, പരിപാടി നടന്നാൽ മതി എന്നുള്ളത് അങ്ങനെ പറയില്ലേ. അതിപ്പോ മോളെ കണ്ണീര് കണ്ടാലും കുഴപ്പമില്ല എന്നുള്ള ആ രീതിയിലാണ് ആൾക്കാർ, ചില ആളുകള് മാരേജ് ലൈഫിനെയൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ നമുക്ക് ഇത് തോന്നും. പിന്നെ ഞാൻ അങ്ങനെ അഭിപ്രായങ്ങൾ വേറെ ആൾക്കാരുടെ ഫാമിലി ലൈഫിൽ പറയാറില്ല. ദെൻ ഐ മേക്ക് ഷുവർ അൺടിൽ ആൻഡ് അൺലെസ് അവർ എന്റെ ഹെൽപ്പ് ചോദിച്ചാൽ മാത്രമേ ഞാനിപ്പോൾ ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാറുള്ളൂ. ബിക്കോസ് അല്ലെങ്കിൽ നമുക്ക് വാല്യൂ ഉണ്ടാവില്ല, നമ്മൾ വാല്യൂഡ് ആയിരിക്കില്ല. ഇപ്പൊ നൂറിനൊരു ആവശ്യം ഉണ്ടെങ്കിൽ 100 എൻ്റെ അടുത്ത് ചോദിച്ചാൽ മാത്രമേ എന്ത് ആവശ്യമാണെങ്കിലും ഞാൻ ചെയ്ത് തരുള്ളൂ.
ബിക്കോസ് അല്ലെങ്കിൽ പിന്നെ എൻഡ് ഓഫ് ദ ഡേ നൂറൊക്കെ ഞാൻ പറഞ്ഞു ചെയ്യാൻ ദാറ്റ്സ് വെരി ആപ്ലിക്കബിൾ എല്ലാ Still അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആളുകൾ ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അതാണ് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ എന്ന് എല്ലാവരും ആളുകൾ വളരെ ഈസിലി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആക്കും നമ്മളെ. ജനറലി തന്നെ ഇപ്പൊ ഞാനൊരു സിനിമയിലുള്ള ആളാവണമെന്ന് തന്നെ ഇല്ല. ഞാൻ ആസ് എ പേഴ്സൺ സാധാരണക്കാരിൽ ഒരു മെറീന മൈക്കിൾ ആണെങ്കിൽ പോലും വളരെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആവശ്യങ്ങൾക്ക് മാത്രം വിളിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അത് പിന്നെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫീമെയിലിനെ അബ്യൂസ് ചെയ്യുന്നതിൽ പോലും നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ ആ ഫീമെയിൽ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു നിങ്ങളോട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടപെട്ട ഞാനാരേ. അതെ അതെ അതെ. അതുകൊണ്ട് മിക്ക ആൾക്കാർക്കും മിക്ക കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ പറയാനും പേടിയാണ്. ഞാൻ ഇന്ന് പ്രസ് മീറ്റിന് രാവിലെ വന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോൾ മെറീന നിന്നപ്പോൾ കുറേ ക്യാമറകൾ ഇങ്ങനെ ചുറ്റിനും നിൽക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ അതിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ കാണാറില്ലല്ലോ, നമ്മളതിങ്ങനെ എക്സ്പീരിയൻസ് നമ്മളങ്ങനെ കാണാറില്ലല്ലോ. ഞാനിങ്ങനെ അടുത്ത് പറയായിരുന്നു, ആളെങ്ങനെ അങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും ഇങ്ങനെ ചുറ്റിനും ഒരുപാട് ക്യാമറകൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? എനിക്ക് ആക്ച്വലി ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കാറ്. സംസാരിക്കുമ്പോഴും ഈ റിപ്പീറ്റഡ്ലി ഒരു 3, 4, 5 തവണ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ അവരുമായിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആസ് ഇൻ നമുക്കൊക്കെ പരിചയമുള്ള ആൾക്കാരല്ലേ എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ ഇവരെന്നോട് വളരെ കാഷ്വലായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ വളരെ കാഷ്വലായിട്ട് റിപ്ലൈ പറയും. പിന്നീട് അതെന്തെങ്കിലും പ്രശ്നമാവുമെന്നോ അല്ലെങ്കിൽ അതിലൊരു ബുദ്ധിമുട്ട് വരുമെന്നൊന്നും ഞാൻ സത്യത്തിൽ ചിന്തിക്കാറില്ല. ആ സമയത്ത് ചിന്തിക്കാറില്ല. പിന്നീട് ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കേണ്ട അവസരങ്ങൾ എനിക്ക് ഒരു പ്രശ്നത്തിൽ ലൈക്ക് ഒരു എന്താ പറയാ, ഒരു ഇനോഗ്രേഷന്റെ സമയത്ത് ആരോ വന്ന് എന്തോ ചോദ്യം ചോദിച്ചിട്ട് അത് വേറെ ലെവലിലേക്ക് ഞാൻ പറഞ്ഞതും അതിന്റെ പുറത്ത് വന്നതും രണ്ടും രണ്ട് രീതിയിലേക്ക് ആയി പോയതിൻ്റെ എനിക്ക് തോന്നി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു തോന്നി. എനിക്ക് സമയത്തിന്റെ പ്രശ്നങ്ങളും പറഞ്ഞ കാര്യങ്ങളുടെ വ്യക്തതകളും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞതെന്ന് പോലും അതായത് എനിക്ക് ഞാനൊരു ഇനോഗ്രൽ ഫംഗ്ഷന് ഗസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ വളരെ പാനിക് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പൊ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ആ ഒരു പോയിന്റിൽ മാത്രം എനിക്ക് തോന്നി ഐ നീഡ് ടു ലൈക്ക് എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയണം എന്നുള്ളത്. അല്ലാതെ എനിക്ക് അങ്ങനെ തോന്നാറില്ല. പിന്നെ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്ര ആൾക്കാരിപ്പം എന്നെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്താലും അത്ര എഫക്റ്റഡ് ആവുന്ന ഒരാളല്ല. കാരണം സോഷ്യൽ മീഡിയ അല്ല എൻ്റെ ജീവിതം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയാൽ തന്നെ ഞാൻ ആകെ അമ്മേനെ വിളിച്ച് പറയും ഇങ്ങനെ ചിലപ്പോൾ ഒരു പ്രശ്നം വരും, പാനിക് ഒന്നും ആവരുത്, ഡോണ്ട് വറി, ചിൽ, ഞാൻ ഓക്കെയാണ്, യു ബി ഓക്കെ എന്നുള്ളത് മാത്രം. അപ്പം ഞാനും എൻ്റെ വീട്ടുകാരും ഭയങ്കര കണക്റ്റഡാ. ഞാൻ അവരോട് മാത്രമേ കാര്യങ്ങൾ പറയുള്ളൂ. വേറെ ഒരാളെ ഞാൻ ഒരു കാര്യം ബോധിപ്പിക്കാറുമില്ല. വേറെ ആൾക്കാർ പറയുന്നൊരു സാധനം ഞാൻ എൻ്റെ ഒരു സർക്കിളിൻ്റെ അകത്തേക്ക് എടുക്കാറുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ പോലും എൻ്റെ ഒരു സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് ഇത് വന്ന് ഡിസ്കസ് ചെയ്യില്ല. ദേ വിൽ മേക്ക് ഷുവർ ഐ എം ഓക്കെ. ബട്ട് എന്നോട് വന്ന് നീ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഒരാളും ഇന്ന് വരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ല. വർക്കിൽ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പൊ ഞാനൊരു രാജകന്യക ചെയ്തു, ഇത് കണ്ടു, ഇതിൽ എനിക്ക് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും അപാകത ഉണ്ട്, അവർ പറയും അലമ്പായിട്ടുണ്ടെന്ന് എന്നെ മുഖത്ത് നോക്കി പറയും. അല്ലാതെ വേറെ കാര്യങ്ങൾ അങ്ങനെ ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ആദ്യം പറഞ്ഞായിരുന്നല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ബോധോടല്ല. ആ ഒരു സ്റ്റേജിലോട്ട് എത്തിയത് എങ്ങനെയാ? ലൈക്ക് തുടക്കം മുതലേ എന്തായാലും ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നോ? ബോധോടല്ല. അല്ല, ഞാൻ എന്റെ ഇമേജിൽ അത്ര കോൺഷ്യസ് അല്ല. ഞാൻ അത്ര സെൽഫ് ഒബ്സസ്ഡും അല്ല. ലൈക്ക് എനിക്ക് എന്റെ കാര്യങ്ങളിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോകണം എന്നല്ലാതെ എൻ്റെ ഇമേജ് ഇങ്ങനെ ആയിരിക്കണം ഇവിടെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് ക്യാരി ചെയ്യണം എന്നുള്ളതൊന്നും ഞാൻ അങ്ങനെ പോകുന്ന ഒരാളായിട്ട് എനിക്ക് എന്നെ തന്നെ തോന്നിയിട്ടില്ല. സോ മോസ്റ്റ്ലി ഞാൻ ആദ്യം തന്നെ എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു. ലൈക്ക് വരുന്ന പോലെ വരട്ടെ. ഞാനൊരു ഫേക്ക് ആയിട്ടുള്ള ആളാണെന്ന് പറയണമെങ്കിൽ പറഞ്ഞോട്ടെ, ഇറ്റ്സ് ഓക്കെ.